റജി ലൂക്കോസ് കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. റജി ലൂക്കോസ്, താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമല്ല, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടിയാണ്. ജൂബിലി പ്രൊഡക്ഷൻ്റെയൊക്കെ ഭാഗമായി നിരവധി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ ചാരി പോത്തിനെച്ചാരി വഴിയാത്രക്കാരനെ തല്ലുന്നു എന്ന പ്രോവർബ് നാം കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇതെല്ലാം സൃഷ്ടിച്ച് ഇതിനെല്ലാം നടപടികൾ സ്വീകരിച്ചു വന്ന സർക്കാരിനെതിരായി ഒരു മാനിപ്പുലേഷൻ അങ്ങ് ക്രിയേറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അജിം ഷാ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സിനിമയിലെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് 3 മരുന്നുകൾ അടങ്ങുന്ന, അതും ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി അടങ്ങുന്ന ഒരു പാനലിനെ, ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി സർക്കാർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇപ്പൊ നമുക്കറിയാം, ബോളിവുഡിൽ മീറ്റു വിവാദം ജ്വലിച്ചപ്പോൾ പോലും ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ആ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ മുതിർന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേരളത്തില് സർക്കാരിന് മുമ്പിൽ അത് സമർപ്പിക്കുകയും സർക്കാർ അത് സ്വാഭാവികമായിട്ടും അതിന്റെ നടപടികളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തന്നെ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിൻസെന്റ് നമ്പോൾ അദ്ദേഹം ഇതിന്റെ പരസ്യപ്പെടുത്തുന്നതിനെ സ്റ്റേ ചെയ്തു. അത് തന്നെയുമല്ല, ഈ ഇപ്പൊ വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഹേമ കമ്മിറ്റി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗവൺമെന്റിനോട് ഈ റിപ്പോർട്ട് പുറത്താക്കാൻ പാടില്ല എന്ന്. അത് കൂടാതെ തന്നെ ഈ കമ്മിറ്റിയിൽ തങ്ങളുടെ ഭാഗങ്ങള് വിവരിച്ച മൊഴി നൽകിയ വനിതകള്, നടിമാര്, അവരും ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു കാരണവശാലും ഞങ്ങളുടെ മൊഴി പുറത്തുവിടാൻ പറ്റത്തില്ല എന്ന് പറയും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഈ റിപ്പോർട്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പുറത്തുവിടാം, പക്ഷേ വ്യക്തിപരമായ ആരെങ്കിലും ഹർട്ട് ചെയ്യുന്ന ശ്രീ റജി ലൂക്കോസ്, ഞാൻ തിരിച്ചെത്താം.